ഇല്ല ഗൈസ്, ഹിയർ ഈസ് എവറിത്തിങ് വാട്ട് ഐ ഏറ്റ് ഇൻ മൈ ചൊണ ഡേയ്സ്. ഇൻട്രോ അഹാനിരുന്ന് കോപ്പി അടിച്ചെന്ന ഗൈസ്. ഇനി കോപ്പി അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വരേണ്ട, ഞാൻ കോപ്പി അടിച്ചത് തന്നെ. രാവിലെ തന്നെ നമ്മുടെ ഹ്യൂജ് മെനു സ്റ്റാർട്ടിങ് ഗൈസ്. കേസരി, റവ പൊങ്കൽ, ഊത്തപ്പം, ഇഡ്ഡലി പോലത്തെ സാധനം, മറ്റേ വട എല്ലാം ഉണ്ട് ഗൈസ്. അത് സ്വീറ്റായിട്ട് കേസരിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇറ്റ്സ് വാസ് സോ ഗുഡ്. പിന്നെ നമ്മൾ ഊത്തപ്പവും ആ ചട്നിയും തമ്മിലുള്ള കോംബോ എനിക്കിപ്പോൾ പറയുമ്പം തന്നെ വായിന്ന് കൊണ്ട് നമ്മുടെ ഫുൾ കോമ്പിനേഷൻ വേണം ഗൈസ്. നല്ല ഫുഡ് കഴിക്കുമ്പോൾ ഇതുപോലെ കിടക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കും. പിന്നെ ആ റവ പൊങ്കലും ആ ബീട്രൂട്ട് ചട്നിയും തമ്മിൽ മോനെ സ്വീറ്റ് സോ നൈസ് ഗൈസ്. പിന്നെ അവസാനം എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടെ ഗൈസ്. നിങ്ങൾ ആരും കൊതി വിടല്ലേ കേട്ടോ ഇത് കണ്ടിട്ട്. പിന്നെ അടുത്ത നമ്മൾ ഉച്ചക്കത്തെ മെനു എന്ന് വെച്ചാൽ ഹ്യൂജ് മെനു ആണ് ഗൈസ്. ഗുലാബ് ജാം, വെജ് ബോൾ, വെജ് റോൾ, പിന്നെ കോളിഫ്ലവർ ഫ്രൈ ഉണ്ട് ഗൈസ്. പിന്നെ ആദ്യം തുടങ്ങുന്നതിന് റൊമാലി റൊട്ടിയും നമ്മുടെ പനീർ കറിയും കൂടി തമ്മിലാണ് ഗൈസ്. അതിൻ്റെ കോമ്പിനേഷൻ കണ്ടിട്ട് വേറെ ലെവൽ തന്നെ ഗൈസ്. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചു. പിന്നെ ടൊമാറ്റോ മഷ്റൂം റൈസും പനീറും കോളിഫ്ലവർ ഫ്രൈയും തമ്മിലാണ് ഇതിൻ്റെ അടിപൊളി കോമ്പിനേഷൻ ഞാൻ കണ്ടുപിടിച്ചത്. പിന്നെ നമ്മുടെ റൈസ് വരുന്നത് നമ്മൾ 4 ആയിട്ട് റൈസിനെ ഡിവൈഡ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ 4 വത്തക്കുഴമ്പും സാമ്പാർ, രസം, മോര്, മോന് ഇതൊക്കെ കഴിച്ചതിന് ശേഷം വേണം നമ്മുടെ അല്ലാതെ മറ്റേ വെജ് റോള്, ഗുലാബ് ജാം അതൊക്കെ കഴിക്കേണ്ട. അത് കഴിച്ചതിന് ശേഷം ഐസ്ക്രീമും പായസവും കൂടി കുടിക്കുമ്പോൾ ഡൺ. പിന്നെ ഈവനിങ് രാത്രിയാകുമ്പം ഈ സെയിം കോമ്പിനേഷൻ തന്നെ നമുക്ക് വരുന്നത് ഗൈസ്. ഈ ടൊമാറ്റോ മഷ്റൂം റൈസും ബാക്കിയെല്ലാം കോളിഫ്ലവർ ഫ്രൈ എല്ലാം കൂടി ഗൈസ്. ഞാൻ ഈ ചെന്നൈയിലുണ്ടായിരുന്ന ഇത്രയും ദിവസം ഇത് തന്നെ ഗൈസ്. ഐ കുഡ് ലവ് ദാറ്റ് ഫുഡ്. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.